പ്രിയപ്പെട്ട ആക്റ്റീവ് യുവത കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന മനോഹരമായ ഒരു പുസ്തകമാണ്. ഉണ്ണിക്കുട്ടനെ പരിചയപ്പെടുന്നതിന് മുമ്പ് നന്ദനാർ എന്ന കഥാകൃത്തിനെ പരിചയപ്പെടാം. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ എഴുത്തുകാരനാണ് നന്ദനാർ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പൂരപ്പറമ്പിൽ ചങ്ങരഗോപാലൻ. മലപ്പുറം ജില്ലയിലാണ് ജനനം. ബാല്യം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും ഒന്നാമനായിരുന്നെങ്കിലും 7ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. ഗതിയില്ലാതെ 16ാം വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നു. ഞാൻ മരിക്കുന്നു, ജീവിതം അവസാനിക്കുന്നില്ല എന്ന പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. അനുഭൂതികളുടെ ലോകം, ഉണ്ണിക്കുട്ടൻ വളരുന്നു, മഞ്ഞ കെട്ടിടം, 1000 വള്ളിക്കുന്നിൻ്റെ താഴ്വരയിൽ എന്നിവ ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഈ പ്രതിഭ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആദ്യം മുതൽ അവസാനം വരെ വിരസതയില്ലാതെ വായിച്ചു തീർക്കാൻ സാധിക്കുന്ന പുസ്തകമാണ് ഉണ്ണിക്കുട്ടൻ്റെ ലോകം. ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം, ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ, ഉണ്ണിക്കുട്ടൻ വളരുന്നു തുടങ്ങിയ 3 കൃതികളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ഉണ്ണിക്കുട്ടൻ എന്ന ബാലൻ്റെ 5 വയസ്സ് പ്രായം വരുന്ന ഒരു കുട്ടിയുടെ ചിന്തകളും പരിഭവങ്ങളും കുസൃതിത്തരങ്ങളും വിവരിക്കുന്നതിനോടൊപ്പം ഗ്രാമീണ സൗന്ദര്യവും സംസ്കാരവും കൂടി വരച്ചു കാട്ടുകയാണ് നോവലിസ്റ്റ്. ഉണ്ണിക്കുട്ടൻ, മുത്തശ്ശി, മുത്തശ്ശൻ, അമ്മ, അച്ഛൻ, കുട്ടിയേട്ടൻ, അമ്മിണി, കുട്ടൻ നായർ, കാളിയമ്മ, രാധ ടീച്ചർ തുടങ്ങിയവർ ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളായി നമ്മുടെ മുൻപിലേക്ക് വരുന്നു. ആദ്യ ഭാഗം ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സംഭവബഹുലമാണ് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം. ഉണ്ണിക്കുട്ടൻ്റെ ഒരു സ്വപ്നത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത്. ഡാൻസ് കളിക്കുന്ന വൃദ്ധനായ താടിക്കാരനും കടല വിൽപ്പനക്കാരിയും എല്ലാം അടങ്ങിയ സ്വപ്നം. ദിവസത്തോടൊപ്പം തന്നെ ഉണ്ണിക്കുട്ടൻ്റെ വികൃതികളും തുടങ്ങുകയായി. ഉണ്ണിക്കുട്ടൻ്റെ കളികളും ഗോഷ്ഠികളും എല്ലാം നോവലിസ്റ്റ് നന്നായി ചിത്രീകരിച്ചിട്ടുണ്ട്. തേക്കിൻ തളിരില കൊണ്ട് ചുവന്ന വെള്ളമുണ്ടാക്കി തലയിലൊഴിച്ച് കോമരമായി തുള്ളുന്നതും അത് കണ്ട് അമ്മയും മുത്തശ്ശിയും പേടിച്ചതും, ആരും കാണാതെ തൊടിയിൽ പോയി കാലിൽ മുള്ളു തറച്ച് ഉറക്കെ കരഞ്ഞതും, വൈകിട്ട് അമ്പലത്തിൽ കളം തൊടുന്നത് കണ്ട് തിരിച്ചു വന്ന ശേഷം മേശമേൽ കയറി അവിടെ കണ്ട അടിയാളുടെ നൃത്തം കളിച്ച് ലക്കുകെട്ട് താഴെ വീണ് നെറ്റി പൊട്ടിയതും, മുത്തച്ഛൻ്റെ പുകയില എടുത്തു നിന്ന് ഛർദ്ദിച്ചതും, ബോധം കെട്ടതും തുടങ്ങി സംഭവ ബഹുലമാണ് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം. ഉണ്ണിക്കുട്ടൻ്റെ ചെറിയ ചെറിയ പരിഭവങ്ങളും ചുടികളും ദേഷ്യവും സന്തോഷങ്ങളും കുസൃതികളും എല്ലാമാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് ഉണ്ണിക്കുട്ടൻ്റെ സ്കൂൾ കാലമായി. ഉണ്ണിക്കുട്ടനെ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നു. കുട്ടൻ നായർ വീട്ടിലെ കാര്യസ്ഥ തുല്യനാണ്. എല്ലാ പണിയും അയാൾക്കറിയാം. ഉണ്ണിക്കുട്ടനുമായി നല്ല അടുപ്പമാണ്. അവനയാളെ വലിയ കാര്യമാണ്. ഓല കൊണ്ട് പന്തും പ്ലാവില കൊണ്ട് കാളയെയും ഉണ്ടാക്കി കൊടുക്കും. എല്ലാറ്റിനും ഉപരി അയാൾക്ക് ഉണ്ണിക്കുട്ടനോട് സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ മുഴുവൻ സ്നേഹവും വാത്സല്യവും ഉണ്ണിക്കുട്ടൻ അനുഭവിച്ചിരുന്നു. ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകളും ഓണവും ഉണ്ണിക്കുട്ടൻ്റെ ഉത്സാഹവും സന്തോഷവും സ്കൂളും 3ാം ഭാഗത്തുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ സംശയങ്ങളും ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാലം മാറുന്നുണ്ടെന്ന സൂചനയും 3ാം ഭാഗത്ത് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഉണ്ണിക്കുട്ടനും വളരുകയായി. ഒരു ദിവസം സ്കൂളിൽ വെച്ച് അച്യുതൻകുട്ടി എന്ന ഒരു വികൃതിയുമായി അടിപിടി കൂടേണ്ടി വന്ന സന്ദർഭവും ഈ കഥയിൽ വിവരിച്ചിട്ടുണ്ട്. അവൻ അടിപിടി ആഗ്രഹിച്ചതല്ല. കൃഷ്ണൻകുട്ടി എന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ സ്കൂൾ വിട്ട ശേഷം വീട്ടിൽ പറയാതെ പോയതും അവിടെ എത്തിയപ്പോൾ മഴ പെയ്ത് ഇരുട്ടായതും പരിഭ്രമിച്ച് ഇറങ്ങി സഞ്ചി മറന്നു വെച്ചതും അച്ഛനോട് വഴക്ക് കേട്ടതും മുത്തച്ഛനും അമ്മയും ഉപദേശിച്ചതും ആശ്വസിപ്പിച്ചതും നോവലിൽ നന്നായി ചിത്രീകരിച്ചിരിക്കുന്നു. തൃക്കാക്കര അപ്പനും തേവരും ഓണം കഴിഞ്ഞ് തൊടിയിലേക്ക് എറിയപ്പെട്ടപ്പോഴും അവ നനഞ്ഞു കുതിർന്നപ്പോഴും അവനുണ്ടായ സങ്കടവും നമുക്കിതിൽ കാണാൻ സാധിക്കും. നിഷ്കളങ്കനായ ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് ഈ പുസ്തകം. ചെടികളും തൊടികളും വേട്ടാളൻ കൂടുകളും മരങ്ങളും പക്ഷികളും അവനോട് വർത്തമാനങ്ങൾ പറഞ്ഞു. അവയുടെ പുഞ്ചിരിയിലൂടെ കിന്നാരങ്ങളിലൂടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം വളരുകയായി. അച്ഛനും അമ്മയും കുട്ടിയേട്ടനും അമ്മിണിയും മുത്തശ്ശിയും മുത്തശ്ശനും കുട്ടൻ നായരും സഹപാഠികളും അവൻ്റെ കിളുന്നു മനസ്സിൽ വിസ്മയങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു. തെന്നലും മഴയും മഞ്ഞും അവൻ്റെ ലോകത്ത് 1000 വർണ്ണങ്ങൾ നെയ്തു.
വിഷുവും ഓണവും തിരുവാതിരയും അവൻ്റെ ഹൃദയത്തെ ഉമ്മ വെച്ചുണർത്തി. ഒരു കുരുന്നിൻ്റെ ആഹ്ലാദത്തിലൂടെ, കുസൃതിത്തെലുപ്പുകളിലൂടെ വിസ്മയങ്ങളുടെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളുടെ കഥയാണ് അഭാഗ്യസുന്ദരമായ ഈ നോവൽ. അവസാന ഭാഗത്ത് ഉണ്ണിക്കുട്ടൻ്റെ പല്ലുകൾ കൊഴിയുന്നതും അങ്ങനെ അവൻ വലുതാവുകയാണെന്നും നോവലിസ്റ്റ് നമ്മോട് പറയുന്നു. എല്ലാവരും പുസ്തകം വായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.